നമസ്കാരം. രാഷ്ട്രീയം ഇപ്പോൾ ഒരു കച്ചവടമാണല്ലോ. പണ്ടൊക്കെ ആ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കോൺഗ്രസിൻ്റെ അടിസ്ഥാന ശിലകളാണ് കേരളത്തിലെ ടി സീതാരാമൻ, പിന്നെ EMS നമ്പൂതിരിപ്പാട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസ്സിൽ ചേർന്നാൽ നശിച്ചു എന്നാണ് അർത്ഥം. വീട്ടിൽ നിന്ന് പുറത്താക്കി കളയും, വീട്ടിൽ കയറ്റില്ല. നല്ല തറവാടി കുട്ടിയാണ്, പക്ഷെ എന്തു ചെയ്യാം, കോൺഗ്രസ്സുകാരനായിപ്പോയി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ പറയും നല്ല തറവാടി കുട്ടിയാണ്, കോൺഗ്രസ് കുടുംബമാണ്, പക്ഷേ ആ ചെക്കൻ മാത്രം കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നശിച്ച് നടക്കുകയാണ് എന്ന രീതിയിൽ. തോപ്പിൽ ഭാഷയെക്കുറിച്ചൊക്കെ മന്നത്ത് പത്മാവും പറഞ്ഞിട്ടുണ്ട്, നശിച്ച നായനാണ് കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നത്തെ സ്ഥിതി, ഒരു വീട്ടിൽ 4-5 മക്കളുണ്ടെങ്കിൽ മൂത്തവനാരാ? അവനൊരു IAS-കാരനാ, കളക്ടറായിട്ട് എവിടെയോ പാലക്കാട് എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്, ജീവിച്ചു പോകുന്നു. രണ്ടാമത്തെ മോനോ അവനെന്താ IPS മറ്റോ ആണ്, അവനിതുപോലെ തന്നെ IG DIG ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തുണ്ട്, ജീവിച്ചു പോണു. മൂന്നാമത്തെ മോനോ 4-ാമത്തെ മോനോ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അവരും ജീവിച്ചു പോണു. 5-ാമത്തെ അവൻ രാഷ്ട്രീയക്കാരനാ. അവനാണ് ഈ പഠിപ്പും പാസ്സൊന്നുമില്ലേ, അങ്ങനെ അവൻ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് ചേർന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ളതൊക്കെ അവൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുക. ഇന്നിപ്പോൾ ഏറ്റവും നല്ല ബിസിനസ്, ഏറ്റവും നല്ല കച്ചവടം അത് ഷോപ്പിംഗ് മാൾ തുറക്കലൊന്നുമല്ല. അതുവരെ കഷ്ടപ്പെടണം. ഇതൊന്നും വേണ്ട. 2 കതർ ഷർട്ട്, അതല്ലെങ്കിൽ 2 കാവി, അങ്ങനെ ഏതെങ്കിലും വേഷം കെട്ടിയാൽ മതിയല്ലോ. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പണമുണ്ടാക്കാൻ, സുരഭിലമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ, സുഖസുന്ദരമായിട്ടുള്ള സ്വർഗം തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തിക്കും തിരക്കും കണ്ടമാനമുള്ള കോൺഗ്രസ്സിൽ നിന്ന് പോയി ചേർന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അക്കോമഡേഷൻ സൗകര്യം വളരെ കുറവാണ് അവിടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ ചൂലെടുത്ത് കയ്യിൽ തരും, എല്ലാം മതിലും അടിച്ചു വാരി അവിടെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ട്, അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എഴുതാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഏറ്റവും നല്ല പാർട്ടി എന്തിന്? സുരഭില സ്വർഗം തീർക്കാൻ ജീവിതം. അതിനുള്ള ഏറ്റവും നല്ല പാർട്ടി ഏതാണെന്ന് അറിയാമോ? BJP. പൈസ വെച്ച് കളിക്കുകയാണ് അവരിങ്ങനെ. കുട്ടികൾ മറ്റേ കല്ല് വെച്ചിങ്ങനെ അമ്മാനാടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അവരെ കളിക്കുകയാണ് അവിടെ. BJPയിൽ ചേർന്നാൽ താഴേക്കിടയിലുള്ളവൻ ലക്ഷപ്രഭു, മേലേക്കിടയിലുള്ളവൻ കോടീശ്വരൻ അവസ്ഥയായിട്ടുണ്ട്. പണം വരുന്ന വഴി അതൊന്നും നിങ്ങളറിയണ്ട. പണം നിങ്ങൾക്ക് എത്തിയാൽ മതിയല്ലോ, നിങ്ങളുടെ തൊള്ളയിൽ നിറച്ച് തന്നാൽ മതിയല്ലോ. ചാക്ക് കണക്കിനാണ് പണം, കുട്ടിസഞ്ചിയിലല്ല, ചാക്ക് കണക്കിന്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച BJP തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് ചാക്ക് കണക്കിന് കണക്കില്ലാത്ത പണം കടത്തിയെന്ന് ആരോപണം വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇക്കാര്യം വെളിവാക്കിയത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല കേട്ടോ. ഈ കാര്യാലയത്തിൻ്റെ തന്നെ മുൻ സെക്രട്ടറി ഉണ്ട്, പാനേഴത്ത് അക്ഷയ്. അയാളാണ് ഈ കാര്യം വെളിവാക്കിയത്. അയാളിൽ കൂടിയാണല്ലോ കാര്യങ്ങൾ മുഴുവൻ കടന്നു പോയിട്ടുണ്ടാകുക. ആയതുകൊണ്ട് അയാളൊരു കാര്യം പറയുന്ന സമയത്ത് ആ പറഞ്ഞത് അത്രയും വരും, പക്ഷേ 25 കോടി എന്നുള്ള ചിലപ്പോൾ 24 കോടിയായിട്ട് മാറാം. പക്ഷേ അയാൾ വെറുതെ പറയില്ലല്ലോ. എന്തായാലും അയാൾക്കെതിരെ BJP ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. തെളിവും വെളിവുമില്ലാത്ത BJPക്കെതിരെ അസംബന്ധം പറഞ്ഞ് പരത്തി എന്ന് പറഞ്ഞ്, ഒരു തെളിവുമില്ല വെളിവുമില്ല, പക്ഷേ അയാൾ പറഞ്ഞ അയാളിൽ തെളിവുണ്ടെന്നാണ്. അങ്ങനെ അസംബന്ധം പറഞ്ഞ് പരത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്.
തൃശ്ശൂർ സിറ്റി എന്ന് പറയുമ്പോൾ പള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടെ. ലൂർദ് പള്ളിയുണ്ട്, പുത്തൻ പള്ളിയുണ്ട്, കാൽഡിയൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, നിറയെ പള്ളികളാണ് അവിടെ. അമ്പലങ്ങൾ ഒന്നേ ഉള്ളൂ, പാറമേക്കാവ്, പിന്നെ വടക്കുന്നാഥൻ മാത്രം. അവിടുത്തെ ബിസിനസ്സുകാരും റൗണ്ടിലുള്ള ബിസിനസ്സുകാരും മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ്. ആയതുകൊണ്ട് തന്നെ BJP പ്രസിഡൻറ്റ് ഇനി മുതൽക്ക് ക്രിസ്ത്യാനി തന്നെ. അതുകൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് മുഴുവൻ, കാരണം അതിൽ ചില സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെ RSS വളർത്തിയത്, BJP വളർത്തിയത്, കഷ്ടപ്പെടേണ്ടുന്ന സമയത്ത്, ഇന്നിപ്പോൾ കഷ്ടപ്പാടില്ലല്ലോ, ആ സമയത്തേക്ക് വളർത്തി വെച്ചത് അവിടെയുള്ള ഹിന്ദുക്കളാണ്. ആ സാധനമാണ് ആ പട്ടുമത്തയിലിപ്പോൾ ചവിട്ടിക്കൂട്ടി കിടന്നുറങ്ങുന്നത് ക്രിസ്ത്യാനികളാണ്. അതിൻ്റെ വിഷമം അവർക്കുണ്ട്, മതപരമായിട്ടുള്ള കാര്യം, അതിൻ്റെ വിഷമം അവർക്കുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ ഇതിനു മുമ്പൊരു സതീഷോ മറ്റോ ഇതിലെവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ സതീഷിനെ ഇതുപോലെ ചവിട്ടിക്കൂട്ടി പുറത്താക്കി. അത് മറ്റൊന്നുമല്ല, അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂരിലെ BJPയിൽ നിന്ന് ഹിന്ദുക്കളെ ചവിട്ടിക്കൂട്ടി പുറത്തിടുകയാണ് ചെയ്യുന്നത്. പകരം അവിടെ ക്രിസ്ത്യാനികൾ കയറി വരുന്നു. ആ കാഴ്ചയും കാണുന്നുണ്ട്. അത് പല രൂപത്തിലും പല ഭാവത്തിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അക്ഷയ്, പാനയെഴുത്ത അക്ഷയ്, അദ്ദേഹത്തിന് സ്വഭാവദൂഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ അയാളെ പിടിച്ച് പുറത്താക്കിയതാണ്. അതിൻ്റെ ഒരു ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഈ കേസ് കൊടുത്തതെന്ന് അപ്പോൾ പറയുന്നത്. അപ്രകാരം പുറത്താക്കിയതിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് 17 ചാക്കുകളിലായിട്ട് 25 കോടി രൂപയുടെ കള്ളപ്പണത്തിൻ്റെ കഥ ഇവർ പറയുന്നത് നുണക്കഥ പറഞ്ഞ് പരത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള തെളിവും വെളിവും ഇല്ലാതെയാണ് ചാക്കിൻ്റെയും പണത്തിൻ്റെയും കഥ പറഞ്ഞു എന്ന ആരോപണം അക്ഷയ്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ, മറ്റേ RSSൻ്റെ ആളുകൾ, അവർ ആ ആരോപണം തള്ളിക്കളയുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരും അത് നിഷേധിക്കുന്നുണ്ട്. ശക്തിയുക്തമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് അവർ പറയുന്നത്, അവരവകാശപ്പെടുന്നത്. ഓഫീസ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഈ കള്ളപ്പണം സംബന്ധിയായിട്ടുള്ള സർവകാര്യങ്ങളും തങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് അക്ഷയ് പറയുന്നത്. ഒരു ഹിന്ദുവായിട്ടുള്ള താൻ ചവിട്ടിക്കൂട്ടി പുറത്താക്കപ്പെടും എന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അവിടെ നടന്ന സകല കാര്യങ്ങൾ, ഈച്ചൻ്റെ പരി കാര്യങ്ങൾ CCTV മുഖാന്തരം നേരിട്ടതും ഫോട്ടോ എടുത്തതും ഫോൺ വിളികളും എല്ലാം അവിടെ വന്നു കയറിയവരും വന്നു പോകുന്നവരും വന്നു കയറുന്ന സാമഗ്രികളും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെ എല്ലാത്തിൻ്റെയും കണക്ക് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ടെന്നാണ് അക്ഷയ് ഇപ്പോൾ പറയുന്നത്. പണം കടത്ത് സംബന്ധമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, CCTV മുഖാന്തരം ശേഖരിച്ച വീഡിയോകൾ എല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും അതത്രയും സമയം വരുമ്പോൾ പുറത്തെടുക്കും എന്നാണ് അക്ഷയ് മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ പർട്ടിക്കുലർ ആളുകളുടെ പേരെടുത്ത് പറയില്ല, ഇത് ആളുകളുടെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളുടെ എന്തൊക്കെയോ ഉണ്ടച്ചുരുട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷയ് പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. ഇപ്പോൾ കേസ് പോലീസ് മുമ്പാകെയാണല്ലോ, ഇനി അത് കോടതിയിൽ പോകുമെന്ന് അറിയില്ല. അവിടെ തെളിവുകൾ ഹാജരാക്കട്ടെ, അത് അവരുടെ കാര്യം. എന്തായാലും ഈ പണമൊഴുക്കിൻ്റെ വാർത്തകൾ, നമ്മളുടെ ചിന്താവിഷയം അതാണ്. ഈ പണമൊഴുക്കിൻ്റെ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. 10-20 വർഷങ്ങൾക്ക് മുൻപ് PP മൂന്നൻ, അദ്ദേഹം മരിച്ചുപോയി, PP മൂന്നൻ ഇതിന് തലപ്പത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വോട്ട് വിൽപ്പനക്കാർ എന്നൊരു പേരായിരുന്നു BJPയെക്കുറിച്ച് ജനം പറഞ്ഞിരുന്നത്. വോട്ട് വിൽപ്പനക്കാർ. ഇത് ഒരു നുണയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന സീതാറാം ഫാമിലി ഉണ്ട് അവിടെ. അതിപ്പോൾ പല ഫാമിലികളായിട്ട് പിരിഞ്ഞു. അതിനകത്ത് തന്നെ സീതാറാം ഫാമിലിക്കകത്ത് തന്നെ സീതാറാം എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. പൂങ്കുന്നത്താണ് വീട്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ചെറിയ കട നടത്തുന്നുണ്ട്, നമ്മളുടെ വടക്കേ റൗണ്ടിൽ, നോർത്ത് റൗണ്ടിൻ്റെ വടക്ക് വെസ്റ്റായിട്ട് ഒരു കട നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേട്ടോ, സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ അതൊക്കെ വിട്ടുപോയിടോ രമേഷേ. അതിനെന്താ കാരണം?
ഇത് രാപ്പകൽ വീട്ടുകാർ ചീത്തി ഇതെല്ലാം കണ്ട് അവിടെ കടയിലുള്ള പൈസ എടുത്തുകൊണ്ട് അതും ചിലവഴിച്ച് ബി ജെ പി എന്നും പറഞ്ഞ് നടന്നങ്ങനെ RSലൂടെ വളർന്ന ആളാണ്. എല്ലാം പറഞ്ഞ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഇലക്ഷൻ വന്ന സമയത്ത് ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് എന്ന് പറയാണ്, അതേ നമ്മുടെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ്സിന് കൊടുത്താൽ മതി കേട്ടോ, നീ അതെല്ലാവരോടും പറഞ്ഞോളാൻ. അതോടുകൂടി ഞാനത് വിട്ടു. അപ്പോൾ ഇതിൻ്റെ സൂചനകൾ അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വോട്ട് വിൽപ്പന ഒരു 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 വെറും ഒരു കൽപ്പനയല്ല, അതൊരു സത്യമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പിന്നീട് 3-4 വർഷങ്ങൾക്ക് മുൻപ് അന്ന് വോട്ട് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പാർട്ടി എന്നൊരു ചീത്തപ്പേര് അവർക്കുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു പണത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊടകരയിൽ നടന്ന കള്ളപ്പണ സംഭവം, കവർച്ച ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയും കോടികളുടെ കളിയാണ് നടന്നിട്ടുള്ളത്. ഈ കേസിലും BJPയുടെ മുഖം മങ്ങിപ്പോയതാണ്. കൊടകര പണ കേസ് കാലം കുറയായിട്ട് ഇപ്പോഴും നിന്നെടുത്ത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെന്നർത്ഥം. ഒരു വാലും തുമ്പും കിട്ടാത്ത കേസായിട്ട് അത് പുകമറയ്ക്കുള്ളിലാണ്. പിന്നെ മറ്റൊരു കേസ് കള്ളനോട്ട് അടിച്ചിറക്കുന്നതാണ്. അതും BJPക്കാർ തന്നെ. ശോഭാ സുരേന്ദ്രനെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അതേ കൊടുങ്ങല്ലൂർ കേന്ദ്രമായിട്ട് കള്ളനോട്ട് അടിച്ചിറക്കുന്ന കേസ്. ആ സംഭവം നടന്നത് കൊടുങ്ങല്ലൂരിലാണ്. അതിലും പിടിയിലായത് BJPക്കാർ തന്നെ. ഇപ്പോൾ മുൻ ഓഫീസ് സെക്രട്ടറി പാനേഴുത്ത് അക്ഷയൻ്റെ വക 17 ചാക്കും 25 കോടിയും എന്നത് വൻ വിവാദമായിരിക്കെ മറ്റൊരു സംഭവം കൂടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരികയാണ്. ഇതേപോലെ തന്നെ 2024 ഒരു പരസ്യപ്പെടുത്തലുണ്ടായി. സെയിം സംഭവമാണത്. വിഷയം സമാനമാണ്. അതും പിരിച്ചുവിടപ്പെട്ട ഒരു BJP മുൻ ജില്ലാ കാര്യാലയം സെക്രട്ടറിയുടേതാണ്. ആളുടെ പേര് തിരൂർ സതീഷ് എന്നാണ് ആളുടെ പേര്. തിരൂർ സതീഷ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നും ചാക്ക് കണക്കിന് പണം BJPയുടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പാലക്കാട്ടെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രൻ അവിടെ നടന്ന് 5000, 2000, 3000, 10000 രൂപ, അതായത് വോട്ടിന് നോട്ട്, അതൊരിക്കൽ പിടിച്ചതാണ്. ചിത്രസഹിതം പിടിച്ചതാണല്ലോ. അവരുടെ വോട്ട് അവർ ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. വോട്ട് ഇടിഞ്ഞു പോയതിൻ്റെ ഒരു കാരണം അതാണ്. ഇതിപ്പോൾ ഫണ്ട് വിവാദം BJPയുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. പണം വെച്ച് കളിക്കുകയാണ് അവർ. രാഷ്ട്രീയ മര്യാദകൾ, നീതി, ധർമ്മം, BJP പ്രവർത്തകർ ഇതൊക്കെ അന്യമായി മാറി. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എയറിൽ കിടന്ന് പറന്ന് നടക്കുന്നുണ്ട്. ഈ വരുന്ന കോടികൾ എവിടേക്ക് പോകുന്നു? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. അതാണ് അതിന് ഉത്തരം ആര് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം. എവിടെ പോകാൻ? നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് അല്ലാതെ എവിടേക്ക് പോകാനാണത്? തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കടിപിടിക്കു നടത്തുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ചാക്ക് കണക്കിന് വരുന്ന പണം ചാക്ക് കണക്കിനാണ് പണം വരുന്നത്. അത് കുട്ടിസഞ്ചിയിലാക്കി കൊണ്ടുപോകാൻ, തൻ്റേതാക്കാൻ സ്ഥാനാർത്ഥിത്വം അതുമാത്രമേ ഒരു മാർഗമുള്ളൂ. നേതാക്കൾക്ക് അതിൻ്റെ കാമ്പ് കിട്ടും. നമ്മൾ മാങ്ങയൊക്കെ കത്തി കൊണ്ട് മുറിച്ച് കഴിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കാമ്പ് നല്ല ഭാഗം, ആരോ പറഞ്ഞ പോലെ ചിക്കൻ്റെ തുടക്കഷ്ണം എനിക്ക് വേണം എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നല്ല ഭാഗം കുട്ടിസഞ്ചിയിലാക്കിയിട്ട് അതിൻ്റെ നേതാക്കന്മാർ കൊണ്ടുപോകും. കാമ്പിൻ്റെ ഭാഗം നേതാക്കന്മാർ കൊണ്ടുപോകുമ്പോൾ തൊലിയുണ്ടല്ലോ, തൊലിയെങ്കിലും അവരുടെ അണികൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതുണ്ടാവും ലക്ഷങ്ങൾ. ആയതുകൊണ്ട് ഒന്നറിയുക, ജീവിതം സുലഭിലമാക്കാൻ, രാഷ്ട്രീയത്തിലൂടെ ജീവിതം സുലഭിലമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണത്? BJPയിൽ ചേരുക. ഓക്കെ.